ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് SITക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം. പലരെയും അറസ്റ്റ് ചെയ്യുന്നു. ശങ്കർദാസ് ആരാണ്? ഇയാൾ അറസ്റ്റ് ചെയ്യാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തൊക്കെ അസംബന്ധങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്? ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല എന്നാണ് കോടതിയുടെ വിമർശനം. യഥാർത്ഥത്തിൽ ആരാണ് ഈ ശങ്കർദാസ്? ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു നിരീക്ഷണമാണ് ഇന്നലെ കേരള ഹൈക്കോടതി നടത്തിയത്. ഈ ശങ്കർദാസ് എന്ന മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ തൊടാൻ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മടിക്കുന്നത്? ജനങ്ങളുടെ കണ്ണിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ചുള്ള ആദരവെല്ലാം കോടതി നിരന്തരമായ ഈ കോടതിയുടെ SIT വിരുദ്ധ പരാമർശങ്ങളിലൂടെ നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ആദരവ് നഷ്ടപ്പെടുകയാണ്. കാരണം ഈ കോടതി പല കോടതികൾ, സുപ്രീം കോടതിയും ചോദിച്ചു, എന്താ ശങ്കർദാസിനെ തൊടാത്തത്? ശരിക്കും ആരാണ് ഈ ശങ്കർദാസ്? അയാള് നമ്മൾ പണ്ട് മലയാള സിനിമയിൽ ഈ അഴകിയ രാവണനിൽ ഒരു ശങ്കർദാസ് ഉണ്ടായിരുന്നു. ബോംബെയിലെ വലിയ പണക്കാരനായിട്ട് പിന്നെ ആലപ്പുഴയിലെ ഒരു കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്ന ശങ്കർദാസ്, ഒരു ദുരൂഹ കഥാപാത്രം. ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക, ദേവസ്വം ബോർഡിൽ മെമ്പറായ പിന്നെ ശങ്കർദാസിന്റെ സഹപ്രവർത്തകനായിരുന്ന വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പലരെയും അറസ്റ്റ് ചെയ്തു. എന്തിന്? ദൈവ തുല്യൻ എന്ന് പലരും കളിയാക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കാര്യമായിട്ടായിരിക്കാം, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അങ്ങനെയുള്ള തന്ത്രി ഈ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ശങ്കർദാസിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല, ശങ്കർദാസിനെ ചോദ്യം ചെയ്യുന്നില്ല. ശങ്കർദാസിന്റെ മകൻ ഒരു DIG ആണ്, ഹരിശങ്കർ. പക്ഷെ അത് മാത്രമാണോ? കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരു DIGയുടെ ഒരു സ്വാധീനത്തിനും അപ്പുറത്തുള്ള പരിഗണനകളാണ് ശങ്കർദാസിന് കിട്ടുന്നതെന്നാണ് നമ്മൾ മാധ്യമ വാർത്തകളിൽ നിന്നും മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്ന കോടതിയുടെ പരാമർശങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമാവുന്നു. അപ്പോൾ ശങ്കർദാസ് ഒരു സംവിധാനത്തെ മാത്രം, ഒരു സിസ്റ്റത്തെ മാത്രം, ശബരിമലയിലെ സിസ്റ്റത്തിനെ മുഴുവൻ വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ വ്യക്തി, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ സിസ്റ്റത്തിനെ വിറപ്പിക്കാൻ പറ്റുന്ന എന്തോ ഒരു ആയുധമുണ്ട്. അതല്ലെങ്കിൽ ഇതില് നമ്മൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ശങ്കർദാസിന് വലിയ വ്യവസായ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുണ്ട്. ശങ്കർദാസിന്, അതായത് ബന്ധം എന്ന് പറഞ്ഞാൽ സൗഹൃദ ബന്ധമല്ല, രക്തബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധമുള്ള ശങ്കർദാസിനെ കള്ളപ്പണം വെളുപ്പിക്കാൻ ആരെങ്കിലും ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അതെന്തുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്? ഈ ശബരിമലയിലെ നടത്തിയത് പൈസ, അതായത് സ്വർണം എന്ന ഏറ്റവും വലിയ ലോകത്തിലെ വിലപിടിപ്പുള്ള ലോഹം അവിടുന്ന് തട്ടിയെടുത്ത് അത് പുറത്ത് വിറ്റ് കാശാക്കുകയാണ്. ആ പണം ഈ മണി ട്രെയിൽ, ഏതൊരു കേസിലും മണി ട്രെയിൽ കോടതിയിൽ പ്രൂവ് ചെയ്തില്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല. അതായത് പണം പിന്നെ വന്ന വഴി, അത് പോയ വഴി, ഇത് രണ്ടും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. ഈ മണി ട്രെയിൽ രേഖപ്പെടുത്തുന്നതിന് ഒരുപക്ഷെ ശങ്കർദാസിനെ പോലെ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം ശങ്കർദാസിന് ഞാൻ ഈ പറഞ്ഞ ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം, അതായത് പൈസ ചെലവാക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനും പറ്റുന്ന ചില ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിൽ പണത്തിൻ്റെ ആ ഒരു കള്ളപ്പണത്തെ വെള്ളപ്പണമാക്കി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ അതായിരിക്കണം. അതായത് ശങ്കർദാസിനെ ചോദ്യം ചെയ്താൽ, ഇപ്പോൾ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ശങ്കർദാസ് അധികം ചോദ്യം ചെയ്യലുകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അയാൾ ഉള്ള സത്യം വിളിച്ചു പറയുമ്പോൾ, നമ്മൾ ആരും കാണാത്ത ഒരു തിമിംഗലം, ഇതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ കുറ്റവാളി, ആ യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടും, അയാളിലേക്ക് അന്വേഷണം ചെല്ലും, അയാളുടെ കുടുംബത്തിലേക്ക് അന്വേഷണം ചെല്ലും. ഇങ്ങനെയൊക്കെയുള്ള ഭീതിയായിരിക്കണം ശങ്കർദാസിനെ രക്ഷിക്കുന്നത്. അതല്ലാതെ മകൻ DIG ആണ്, അതൊരു തീർച്ചയായിട്ടും അതേ ഒരു സ്വാധീനമാണ്, അല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കേരളത്തിലെ എത്രയോ IPSകാരിൽ ഒരാൾ മാത്രമാണ്. അപ്പം നമ്മൾ അയാളിലേക്ക് കൊണ്ട് കുറ്റം ചുമത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് മറ്റ് ആരുടെയൊക്കെ പിന്തുണയാണ് ശങ്കർദാസിന് കിട്ടുന്നത്. അതായത് ശങ്കർദാസ് പോലീസ് കസ്റ്റഡിയിൽ വന്ന് ചോദ്യം ചെയ്യലിന് വിധേയനായാൽ ശങ്കർദാസിന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കും ഏതോ ഒരു ശക്തന്, ആ ശക്തന്റെ കുടുംബത്തെയും ഇതിൽ പ്രതിയാക്കാൻ പര്യാപ്തമായിരിക്കും. അതായത് മണി ട്രെയിനിലേക്കുള്ള കൃത്യമായ വെളിച്ചം വീശുന്ന വാക്കുകളായിരിക്കും ശങ്കർദാസിന്റെ. ഇത് ആവാനാണ് സാധ്യത ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്.
അത് ശങ്കർദാസിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ സ്വാധീന ശേഷിയാണെന്നോ ഞാൻ കരുതുന്നില്ല. പകരം ഈ ആസൂത്രകന്റെ കൃത്യമായ ഒരു ബുദ്ധിയായിരിക്കണം. ഇവിടെ നമ്മളൊരു കാര്യം പരിശോധിക്കുമ്പോൾ ഈ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഞാൻ തന്ത്രി പിന്നെ കള്ളനോ പിന്നെ അതല്ലെങ്കിൽ സത്യസന്ധനോ എന്ന് പറയാനുള്ള തെളിവൊന്നും എനിക്കില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ, അതായത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ വരെ പല ചർച്ചകളിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ധൃതിപ്പെട്ടായിരുന്നു. ലംഘനം എന്ന് പറയുന്ന ഒരു വകുപ്പിട്ടിട്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കാനായിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു വകുപ്പുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും നിലനിൽക്കത്ത കൃത്യമായിട്ട് അദ്ദേഹത്തിനെ കൂട്ടാനുള്ള വകുപ്പുകളില്ലാതെ ഒരു കേസ് ചാർജ് ചെയ്തെങ്കിൽ അത് പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കാനും കേസിനെ കുറിച്ചുള്ള പബ്ലിക് പെർസെപ്ഷൻസിനെ, അതായത് പൊതുവിടത്തിലുള്ള ചർച്ചകളെ വഴിതിരിച്ചു വിടാനുമായിട്ട് ആരോ ചെയ്തതാണ്. അതാണ് ഈ ധൃതി പിടിച്ച് അടുത്ത ദിവസം അതുപോലെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. ഇവരൊക്കെ തന്നെ പ്രശ്നക്കാരാണ്, അല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കൃത്യമായ തെളിവില്ലാതെ ഇവരെയൊക്കെ അതായത് ഇത് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പറഞ്ഞത് മുൻ DGP ആയ സെൻകുമാർ, അതുപോലെ ഒരു മുൻ SP ആയ ജോസഫ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗം വഹിച്ച ഒരുപാട് ആൾക്കാർ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരം പ്രവർത്തികളിലൂടെ പ്രതികൾക്ക് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ള, അതായത് ഇപ്പൊ തന്ത്രിയെ ശരിയായ തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ തന്ത്രിക്കെതിരെയുള്ള ഒരു കുറ്റവും നിലനിൽക്കത്തില്ലെന്ന് മാത്രമല്ല ഒടുവിൽ സർക്കാർ അപഹാസ്യമാവുകയും ചെയ്യും. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാര്യമായ തെളിവില്ലാതെ പിടിച്ച് ജയിലിലിട്ടാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങും. ഇതൊക്കെ ആയിക്കൊള്ളട്ടെ, തൽക്കാലത്തേക്ക് ജനശ്രദ്ധ ഒന്ന് തിരിച്ചുവിട്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ന്യായമായിട്ടും ഇതിന്റെ ഉദ്ദേശ്യ ശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ട വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരെയും ചോദ്യം ചെയ്യപ്പെടാനുള്ള അല്ലെങ്കിൽ പല സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള പല ആൾക്കാരെയും തൊട്ടിട്ടില്ല. ഇപ്പൊ പലരും പറയുന്നു ക്ഷേത്രത്തിന്റെ പരമാധികാരിയാണ് തന്ത്രിയൻ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്ത്രിയെ പിന്നെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സർവ്വ സ്ഥാപനങ്ങളിലും അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് മുഖ്യമന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരമാണല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ. CPI-കാരനായ ശങ്കർദാസിനെ അവിടേക്ക് നിർദ്ദേശിച്ച ആരാണ്? അത് അന്വേഷിക്കണ്ടേ? ആ നിർദ്ദേശിച്ച ആളിനെ അറസ്റ്റ് ചെയ്യണ്ടേ? അയാൾക്ക് പങ്കില്ലേ? ഇപ്പം പോറ്റിയെ പരിചയമുണ്ട് എന്ന് പറയുന്നു, പോറ്റിയോടൊപ്പം നിൽക്കുന്നു, അല്ലെ പോറ്റിയെ പരിചയമുണ്ട് എന്നതിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ശങ്കർദാസിനെ പരിചയമുണ്ടെന്നുള്ള പേരിൽ CPI സംസ്ഥാന സെക്രട്ടറി അറസ്റ്റ് ചെയ്യാമല്ലോ. ശങ്കർദാസിനെ പരിചയമുള്ള പേരിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാമല്ലോ. പത്മകുമാറിനെ പരിചയമുണ്ടെന്നുള്ള പേരിൽ CPM സംസ്ഥാന സെക്രട്ടറിയും അറസ്റ്റ് ചെയ്യാമല്ലോ. പത്മകുമാർ ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ്. അതുകൊണ്ട് ആ പാർട്ടി ജില്ലാ കമ്മിറ്റി മുഴുവൻ അംഗങ്ങളെ അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ. ഒട്ടും യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതായത് പോലീസിന്റെ അന്വേഷണത്തിൽ ഒട്ടും ആത്മാർത്ഥതയില്ല. ഈ പ്രതികളൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അതായത് എന്തൊക്കെയോ മൂടി വെക്കാനല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ അന്നേരം ചിലർ പറയുന്നുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഇപ്പൊ കോടതി തന്നെയാണല്ലോ വിമർശിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ വരുന്നത്. കോടതികൾ പിന്നെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ കോടതി അത്ര രൂക്ഷമായ വിമർശനങ്ങളും സംശയങ്ങളുമാണ് കോടതി ചോദിക്കുന്നത്. ഈ മാധ്യമ വാർത്തകളൊക്കെ തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ നടപടി എടുക്കുമായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ശബരിമല പിന്നെ സ്വർണക്കൊള്ളയിലേക്കുള്ള അന്വേഷണം അത് വലിയ പ്രഹസനമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു പ്രഹസനമായിട്ട് അത് മാറുകയല്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം നമ്മളുടെ മനസ്സിൽ ഉള്ള ന്യായമായ സംശയങ്ങളാണ് ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന സംശയങ്ങളാണ്. മാധ്യമങ്ങളൊക്കെ കള്ളമാണോ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ സത്യം എന്താണ്? അത് ജനങ്ങൾ അറിയണ്ടേ? ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളും ഈ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അപ്പൊ ഇത്ര നാളിൽ ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാനുള്ള നിയമം ഇല്ലായിരുന്നു. അതെന്തൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ, വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ, വിശ്വാസികൾ കൊണ്ട് കൊടുക്കുന്ന കോടാനുകോടി രൂപ ആര് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ഒരു പിന്നെ തെളിവുമില്ലെങ്കിൽ, ഒരു റെക്കോർഡുമില്ലെങ്കിൽ എന്താ ഇത്? അപ്പൊ ഈ നാട്ടിൽ ഇതുവരെ ഭരിച്ച ഭരണാധികാരികൾ
ക്ഷേത്രങ്ങളോട് കാണിച്ച അവഗണന എത്ര ഭീകരമായിരുന്നു. ഈ രാഷ്ട്രീയം കളിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചത് അതിൻ്റെ ആ ഒരു വിഷയത്തിൽ ഒരു ഞാൻ പറയുന്ന ഒരു CBI അന്വേഷണം തന്നെ വേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ നിയമമില്ലാതായി പോയത്? ഈ നാട്ടിൽ 140 MLA അസംബ്ലിയിലെ മദനിയെ മോചിപ്പിക്കാൻ വരെ പ്രമേയം പാസ്സാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവർ കേരളത്തിലെ ക്ഷേത്ര സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു പ്രോപ്പറായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയില്ല. ദേവസ്വം ബോർഡ് മാനുവൽ എന്നൊക്കെ പറയുന്നത് ജീവനക്കാരുടെ എന്താണ് ശമ്പളവും മറ്റു വ്യവസ്ഥകളും അവരുടെ ഉത്തരവാദിത്തങ്ങളും ദൈനംദിനമുള്ള നടത്തിപ്പും ഒക്കെ മാത്രമാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ 1950 കേരളം രൂപീകരിച്ചപ്പോൾ 57 ആദ്യത്തെ EMS സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള ആ ആദ്യ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ കൈവശത്തിലേക്ക് ഈ ക്ഷേത്രങ്ങൾ വരുമ്പോൾ അവയുടെ സ്വത്ത് തിട്ടപ്പെടുത്തി റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിനുശേഷം ഈ 2026 എത്തി നിൽക്കുമ്പോൾ ആ സ്വത്തുക്കളൊക്കെ അതേപടി ഉണ്ടോ? ആ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? ഇത് BJP പോലും ചോദിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം കേരളത്തിലെ ഹിന്ദു സംഘടനകളുണ്ട്, NSSഉം SNDP ഒക്കെ ഉണ്ട്, വലിയ സംഘടനകളാണ്. പണ്ട് ആചാരലംഘനം നടത്തിയെന്ന് പറഞ്ഞ് മുഴുവൻ നായന്മാരെ റോഡിലിറക്കിയ വ്യക്തിയാണ് സുകുമാരൻ നായർ. ഇപ്പൊ അങ്ങനെ മിണ്ടുന്നില്ല. ഏത് രീതിയിലാണ് പിണറായിയിൽ നിന്നും അദ്ദേഹം ആനുകൂല്യം പറ്റിയെന്ന് പോലും നമുക്ക് സംശയിക്കാൻ തോന്നും. വെള്ളാപ്പള്ളി എന്താ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ആൾക്കാരുടെ ഐക്യം എന്നൊക്കെ പറയുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. ഈ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള നിയമമില്ല എന്നുള്ളത് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. എന്താ ഇതൊക്കെ കാണിക്കുന്നത്? നമ്മളെ മുഴുവൻ പല ആൾക്കാർ ചേർന്ന് വിഡ്ഢികളാക്കുകയല്ലായിരുന്നു. അതീവ ഗൗരവമുള്ള സ്ഥിതിവിശേഷമാണ്, അസാധാരണമായ സ്ഥിതിവിശേഷമാണ്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? സർക്കാർ ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടി? കാരണം ദേവസ്വം ബോർഡുകൾ മാത്രമല്ല, ദേവസ്വത്തിനൊരു മന്ത്രി വരെയുള്ള സംസ്ഥാനമാണ്. IASകാർ അതിൻ്റെ ചുമതലകളുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ കൺട്രോൾ റൂം, വിജിലൻസും കൺട്രോൾ റൂമും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താ പറയുന്നത്? ക്ഷേത്രങ്ങളുടെ 1957 സ്വത്തും ഇപ്പോഴുള്ള സ്വത്തും, അതിനു മുമ്പ് ക്ഷേത്രങ്ങളുടെ സ്വത്ത് 57 വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം നഷ്ടപ്പെട്ടു? ആ സ്വത്തുക്കളൊക്കെ ആരാണ് ഇന്ന് അനുഭവിക്കുന്നത്? ഇതൊക്കെ ജനം അറിയണ്ടേ? ക്ഷേത്രത്തിന്റെ സ്വത്ത് അങ്ങനെ ഓരോരുത്തർ തട്ടിയെടുത്തുകൊണ്ട് പോയത് മതസൗഹാർദ്ദം പ്രമാണിച്ച് നമുക്ക് അങ്ങ് മിണ്ടായിരിക്കാൻ പറ്റും. ഇവിടെ എന്ത് പറഞ്ഞാലും പറയും, ഉടനെ അത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കും. ഏത് കള്ളനും പറയുന്ന ന്യായങ്ങളാണ്. മോഷ്ടിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം. ഇതിലൊന്നും വേറെ ഇതര മതസ്ഥരൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിലെ സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്തരുതെന്ന് കേരളത്തിലെ മറ്റൊരു ന്യൂനപക്ഷങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരെ ഉണ്ടാക്കിയെടുക്കുന്ന കള്ളക്കഥകളാണ്. ആ കള്ളക്കഥകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ സ്വത്തിനെ തന്നെ അടിച്ചു മാറ്റുകയാണ്. ഈ സ്വത്തുക്കളൊക്കെ ഹിന്ദു സമൂഹത്തിൻ്റെയാണ്. ആ സ്വത്തുക്കൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. സർവ്വ ഹിന്ദുക്കളുടെയും ഉന്നമനം. എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ സൗജന്യ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാമല്ലോ വേണമെങ്കിൽ? അല്ലെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായം കൊടുക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കാമല്ലോ? അതെന്താ ഉണ്ടാക്കിയാല്? ഈ സ്വത്തുക്കൾ എവിടെ പോയി? ഈ സ്വത്തുക്കൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സർക്കാർ നടപടിയെടുക്കട്ടെ, എനിക്കതിൽ വിരോധമില്ല. പക്ഷേ ഈ സ്വത്തുക്കൾ കൃത്യമായ ഒരു കണക്ക്, ഇതിന് ഒരു ധവളപത്രം സർക്കാർ പുറപ്പെടുവിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരന്തരം കോടതിയുടെ ചെറിയ പരാമർശങ്ങളൊന്നും പോലീസിനൊന്നും ഒരു പേടിയില്ല. കാരണം അവർക്ക് അത്ര തൊലിക്കട്ടിയുണ്ട്. പോലീസിനെ ഒന്നും സസ്പെൻഡ് ചെയ്യാനോ ഒന്നും ഈ വിഷയത്തിൽ കോടതിക്ക് പറ്റില്ല. അങ്ങനെ കോടതി ചെയ്യുകയില്ല. കാരണം അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾ പോരാ. ഈ പരാമർശങ്ങൾ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഒരു വിധി വരുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുന്നു അതിൽ പോലീസിന് പേടിക്കേണ്ടതുള്ളൂ. എന്തായാലും ശരി, തൊലിക്കട്ടി ഉള്ളത് കാരണം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇത് കേൾക്കും. ഒരു ചെവിയിലൂടെ കേൾക്കും, മറു ചെവിയിലൂടെ കളയും, വീണ്ടും പഴയതുപോലെ അവരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. താങ്ക് യു.